എല്ലാ S5 സ്റ്റുഡൻസിനും സ്വാഗതം. S5ൽ നമുക്ക് 5 പേപ്പറുകളാണ് ഉള്ളത്. അതിലെ ഒരു പേപ്പറാണ് അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് PY1544 എന്നാണ് അതിൻ്റെ കോഡ്. ഇതിൽ 5 യൂണിറ്റാണുള്ളത്. വെക്ടർ ആറ്റം മോഡൽ, അറ്റോമിക് സ്പെക്ട്ര, എക്സ്റേ ഡിഫ്രാക്ഷൻ, മോളിക്കുലർ സ്പെക്ട്ര, ലാസ്റ്റ് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഇതിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് യൂണിറ്റാണ് യൂണിറ്റ് 1 വെക്ടർ ആറ്റം മോഡൽ. അപ്പോൾ വെക്ടർ ആറ്റം മോഡൽ പഠിക്കുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ആറ്റം ഒന്ന് മനസ്സിൽ കൊണ്ടുവരാം. ആറ്റം എന്ന് പറയുന്നത് ഒരു സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ്. ഒരു കെമിക്കൽ, ഒരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാറ്ററിൻ്റെ കംപ്ലീറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസും തീരുമാനിക്കുന്നത് ഈ ആറ്റമാണ്. അപ്പോൾ അത് കാണാൻ, അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ ഒരു മോഡൽ അതെന്തായിരിക്കുമെന്ന് ആദ്യം പ്രപ്പോസ് ചെയ്തതാണ് J.J. തോംസൺ. അദ്ദേഹത്തിൻ്റെ മോഡലിൻ്റെ പേരാണ് പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡലിൽ പറയുന്നത് പോസിറ്റീവ് ചാർജ് മാറ്ററിനകത്ത് ഇലക്ട്രോൺസിനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ്. അതായത് നമുക്ക് റിയൽ ലൈഫിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ വാട്ടർമെലൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള സീഡ് ഇരിക്കുന്നത് പോലെയാണ് ഇലക്ട്രോൺ എന്നാണ് J.J. തോംസൻ്റെ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ഈ മോഡലിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രത്തിനോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ എക്സ്പെരിമെൻറ്റിനകത്തുള്ള കൺക്ലൂഷൻസും അതിൻ്റെ റിസൾട്ടും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ J.J. തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ ഡിസ്കാർഡ് ചെയ്യുകയും അതിനെ തുടർന്ന് റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ വരികയാണ്. ഇവിടെ ആൽഫ പാർട്ടിക്കിൾസ്, അതായത് പോസിറ്റീവ് ചാർജ് അയോൺസിനെ നമ്മുടെ ഗോൾഡ് ഫോയിലിൽ കൊളൈഡ് ചെയ്യിക്കുന്നു. ഈ കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്ത് പോകും. ഈ സ്കാറ്റർ ചെയ്ത് പോകുന്നതിൻ്റെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് എടുത്തു കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന സ്പോട്ട്സ് വെച്ചിട്ട്, അതായത് അവിടെ ഉണ്ടാക്കിയ ഓരോ സ്പോട്ടുകൾ വെച്ചിട്ട് അതിൻ്റെ കൺക്ലൂഷനിലോട്ട് പോവുകയാണ്. അതായത് സെൻറ്റർ പോർഷനിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം 180 ഡിഗ്രിയിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. സോ ദാറ്റ് പോർഷൻ ഈസ് കോൾഡ് ന്യൂക്ലിയസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺ. അതുപോലെ ന്യൂട്രോൺസിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം, ചാഡ്വിക്ക് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചതിന് ശേഷം ആ ന്യൂട്രോൺസും ന്യൂക്ലിയസിനകത്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ പോർഷൻ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ആൻഡ് അറൗണ്ട് വിച്ച് ഇലക്ട്രോൺസ് റിവോൾവ്സ്. അപ്പം ന്യൂക്ലിയസ് സെൻറ്ററായി ഇരിക്കുകയും അതിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് ഒരു ഡെഫിനിറ്റ് പാത്തിൽ, ആൻഡ് ദാറ്റ് പാത്ത് ഇസ് കോൾഡ് ഓർബിറ്റ്. ആ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് റൂദർഫോർഡിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇതിന് സ്റ്റെബിലിറ്റിയും ഇലക്ട്രോൺ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ കുറേയൊക്കെ ശരിയാവുകയും അതിലെ കറക്ഷൻസ് വരുത്താനായിട്ട് ബോർ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബോർ മോഡൽ ഓഫ് ആറ്റം വരുന്നത്. ബോർ ആറ്റം മോഡൽ റൂദർഫോർഡ് പറഞ്ഞ അതേ കാര്യങ്ങൾ എടുക്കുകയും ഒപ്പം 2 പോസ്റ്റ്ലേറ്റ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്കിനി ആ പോസ്റ്റ്ലേറ്റ്സ് ഏതാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ്സ് പറയുന്നത് ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ അറൗണ്ട് റിവോൾവ് ചെയ്യും. പക്ഷേ അതിന് എല്ലാ പോയിൻറ്റിലും അല്ലെങ്കിൽ എല്ലാ സ്പേസിലും എല്ലാ സ്ഥലത്തും അതിന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ബോറിൻ്റെ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺസിന് ഒരു ഡെഫിനിറ്റ് സ്പേസ്, അതായത് NH/2π അല്ലെങ്കിൽ H/2π എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഇലക്ട്രോണിന് ഓർബിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഉദാഹരണം പറയാം. നമ്മളെ വീട്ടിലെ സീലിംഗ് ഫാൻ നോക്കുക. അപ്പോൾ നമ്മളെ റെഗുലേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, സ്പീഡ് 1-ലിടാം, അല്ലെങ്കിൽ 2-ലിടാം, 3-ലിടാം. പക്ഷേ നമുക്കൊരിക്കലും 1-ൻ്റെയോ 2-ൻ്റെയോ ഇടയിലായിട്ടൊരു സ്പെസിഫൈ ചെയ്തിടാൻ പറ്റില്ല. 1.5, 1.5 അങ്ങനെ നമുക്കൊരിക്കലും സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇവിടെ ബോറും പറഞ്ഞത്. അതായത് ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ, അതായത് N/H/2π എന്ന് പറയുന്ന എനർജി എവിടെയൊക്കെയാണോ അവിടെയൊക്കെ മാത്രമേ ഇലക്ട്രോൺസിന് കാണാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 1H/2π എനർജി എവിടെയാണോ വരുന്നത് അവിടെ ഇലക്ട്രോണിനെ കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ 2H/2π ആണ്. അടുത്ത സ്ഥലം 3H/2π. ഇൻ ബിറ്റ്വീൻ
1h/2π ആൻഡ് 2h/2π ഒരിക്കലും ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് ബോറിൻ്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്നാണ്. അപ്പോൾ ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിന് അറൗണ്ട് റിവോൾവ് ചെയ്യാം. പക്ഷേ h/2π എന്ന് പറഞ്ഞ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ ഒരു സ്പേസിൽ മാത്രമേ ഇലക്ട്രോൺസിനെ കാണാൻ കഴിയത്തുള്ളൂ. സോ ആംഗുലാർ മൊമെൻറ്റം L is equal to, we know that it is R cross P, or P is linear momentum. So P is equal to mv. So we can write R cross mv. For maximum angular momentum, L maximum can be written as mvr. So or L is equal to mvr. So L is equal to mvr. Then from first postulate of Bohr atom model, we know that L is equal to nh/2π. 2π or nh cut. Sometimes h/2π is called as h cut. ഇതിനെയാണ് h cut എന്ന് പറയും. അതായത് h/2π നമ്മൾ എഴുതുന്ന ഷോർട്ടസ്റ്റ് ഫോമിൽ എഴുതുന്നതാണ് h cut എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ബോർ ആറ്റം മോഡൽ അനുസരിച്ച് L is equal to nh/2πയും നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സ് അനുസരിച്ച് L is equal to mvr. നമുക്കിത് രണ്ടും ആംഗുലാർ മൊമെന്റം ആണ്. നമുക്കിത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. സോ വി ഗെറ്റ് mvr is equal to nh/2π. ഇതൊരു ഇക്വേഷൻ. നമുക്കിത് പിന്നീട് ബോറിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനും, അതായത് ഒരു ആറ്റത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനും വെലോസിറ്റി കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് mvr is equal to nh/2π. സോ ഇനി നമുക്ക് സെക്കൻഡ് പോസ്റ്റുലേറ്റിലേക്ക് പോവാം. സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ പറയുന്നത് ഒരു ഇലക്ട്രോൺ ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലോ ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലോട്ടോ പോകണമെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് എമൗണ്ട് ഓഫ് എനർജി അവിടെ വേണം. അതായത് ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ നിന്ന് ഒരു എനർജി റിലീസ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ഓർ എ ഫോട്ടോൺ ഈസ് റിലീസ്ഡ്. ഇനി ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലോട്ട് പോകണമെങ്കിൽ ഒരു ഫോട്ടോൺ റിസീവ് ചെയ്യും. ദാറ്റ് മീൻസ് ഹയറിൽ നിന്ന് ലോവറിലാണെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്ത ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ അവിടുത്തെ എനർജി ഡിഫറൻസ്, ആ രണ്ട് ഓർബിറ്റുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഡിവൈഡഡ് ബൈ h എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ നമ്പർ 4. സോ ഇതുവരെ നമ്മൾ പഠിച്ചത് ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ്, റൂദർഫോർഡിൻ്റെ കറക്ഷൻ എങ്ങനെ വരുത്തി എന്നുള്ളതാണ്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബോറിൻ്റെ, അതായത് ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം ആറ്റം മോഡൽ അനുസരിച്ച് സെൻറ്റർ പോർഷനിൽ ന്യൂക്ലിയസും വിച്ച് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, അറൗണ്ട് ഇറ്റ് ഇലക്ട്രോൺസ് റിവോൾവ്. അപ്പോൾ ഒരു ഡെഫിനിറ്റ് പാത്ത് ഉണ്ട്, അവിടെ ഒരു ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജാണ്, സെൻറ്ററിൽ ന്യൂക്ലിയസ് ആണ്, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതുപോലെ വെളിയിലൊരു ഇലക്ട്രിക് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അതിങ്ങനെ r റേഡിയസിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ടാവും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൾഷൻ ആണ്. അതിനെ ഞാൻ FE എന്ന് വിളിക്കുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് ആയതുകൊണ്ട് FE എന്ന് വിളിക്കുന്നു. സോ നമ്മൾ പഠിച്ചതനുസരിച്ച് 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. r ആണ് ഡിസ്റ്റൻസ്, സോ r². ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് Q1 Q2 എന്നാണ്. ഇവിടെ Q1 എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ന്യൂക്ലിയസ് എടുക്കുകയാണ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത്, സപ്പോസ് Z ഇസ് ദി അറ്റോമിക് നമ്പർ, ദെൻ Z ഇൻറ്റു E, അതാണ് Q1 എന്ന് പറയുന്നത്. വേർ E ഇസ് ദി ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ്, അത് തന്നെയാണ് പ്രോട്ടോണിന്റെയും ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിനും പ്രോട്ടോണിന്റെയും ചാർജ് സെയിം ആണ്. അപ്പോൾ ഇവിടെ Z ഇൻറ്റു E ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന Q1 ആണ്, ടോട്ടൽ ചാർജ് കിട്ടും.
സിമിലർലി Q2 എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ഇവിടെ ഉള്ള ഒരു ഇലക്ട്രോൺ ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഒരു R റേഡിയസ് ഉള്ള അകലെ R റേഡിയസ് ഡിസ്റ്റൻസിൽ ന്യൂക്ലിയസിന് അറൗണ്ട് റിവോൾവ് ചെയ്യും. അങ്ങനെയുള്ള ഇലക്ട്രോണിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഈ R കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ആദ്യം എടുത്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് Fe. ഇപ്പൊ നമ്മളെ കൂളം ഫോഴ്സ് ആണ് 1/4πε0 Q1 Q2/r². അപ്പൊ Q1 Q2 നമ്മൾ എഴുതി. Q1 എന്ന് പറയുന്നത് Z, Q2 എന്ന് പറയുന്നത് E ആണ്. സിമിലർലി ഈ ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ഇതിനൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് സെൻട്രിപിറ്റൽ ആയതുകൊണ്ട് Fc എന്ന് കൊടുക്കുന്നു. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r ആണ്. where v is the velocity of the electron, revolving electron, r is the radius. So നമുക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. That is Fe should be equal to Fc. ഇങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ ഇലക്ട്രോൺ ഈ ഒരു ഡെഫിനിറ്റ് ഓർബിറ്റിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഇലക്ട്രോൺ ഇങ്ങനെ തന്നെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൂദർഫോർഡ് പറഞ്ഞ അനുസരിച്ച് ഇലക്ട്രോൺ ഇങ്ങനെ ഓർബിറ്റ് ചെയ്ത് അവസാനം സ്പൈറൽ ചെയ്ത് ന്യൂക്ലിയസിനകത്ത് വന്ന് വീഴുമെന്നാണ്. ബട്ട് ഇറ്റ് വാസ് റോങ്. കാരണം അങ്ങനെ വീഴുമായിരുന്നെങ്കിൽ ഈ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി ഉണ്ടാകത്തില്ല. നമുക്കറിയാം ആറ്റം ഇവിടെ വെച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ആറ്റം അങ്ങനെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അപ്പം ഒരിക്കലും ഇലക്ട്രോൺസ് എനർജി റേഡിയേറ്റ് ചെയ്ത് ഒരിക്കലും ഇതിനകത്തൊന്നും വീഴുന്നില്ല. അപ്പം ഈ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് Fe = Fc എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്താൽ വി ഗെറ്റ് mv²/r is equal to 1/4πε0 Ze into E divided by r². സോ ഇതാണ് നമ്മളെ ആ ഇക്വേഷൻ. mv²/r is equal to 1/4πε0 Ze into E by r². പക്ഷെ നമ്മൾ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് പഠിച്ചു. ആ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് നമ്മൾ കണ്ടായിരുന്നു mvr is equal to nh/2π. So from this we can find out first we can find out v കണ്ടുപിടിക്കണം. v എന്ന് പറയുന്നത് എന്തായിരിക്കും? nh/2π into mr. nh/2π into mr. Similarly v² is equal to nh/2πmr the whole square. So v² is equal to nh/2πmr the whole square എന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷനിൽ ഇവിടെ v² വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. അപ്പൊ എങ്ങനെ വരും? m/r into nh/2πmr the whole square is equal to 1/4πε0 Ze² by E into E² divided by r². So from this we can cancel out this r² and here there is also r², and we can find this r, so that we get r is equal to r is equal to n² h²ε0 divided by pi into Ze² into m. So this is the radius. So from this we can find out r, and that is n² h²ε0 divided by pi Ze² into m. Or this can be written as Rn. Rn എന്ന് ഉദ്ദേശിക്കുന്നത് nth ഓർബിറ്റിന്റെ റേഡിയസ്. ഇപ്പൊ nth ഓർബിറ്റിന്റെ റേഡിയസ് ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് n² h²ε0 divided by pi Ze² by E². ഇനി നമുക്ക് ഹൈഡ്രജന്റെ റേഡിയസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ ഇസഡിന് ഫോർ ഹൈഡ്രജൻ ആറ്റം, ഫോർ H ആറ്റം, ഇസഡിന് എന്ത് കൊടുത്താൽ മതി? 1 എന്ന് കൊടുത്താൽ മതി. ഇസഡിന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? Rn എന്ന് പറയുന്നത് n²
എച്ച് സ്ക്വയർ എപ്സിലോൺ 0 പൈ ഇ സ്ക്വയർ എം. ഈ ഇസഡ് അങ്ങ് 1 ആയിപ്പോയി. ദാറ്റ് മീൻസ് എച്ച് എപ്സിലോൺ 0 പൈ എം ഇ ഓൾ ആർ കോൺസ്റ്റൻസ്. ദാറ്റ് ഈസ് ശ്രദ്ധിക്കുക, അതായത് ഇവിടെ എച്ച് എപ്സിലോൺ 0 പൈ ഇ എം ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇതിൽ കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇത്രയും കോൺസ്റ്റന്റ് n വേരിയബിൾ ആണ്. ദാറ്റ് മീൻസ് റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ. ദാറ്റ് മീൻസ് ആസ് നമ്പർ ഓഫ് ഓർബിറ്റ്സ് ഇൻക്രീസസ്, n എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ഓർബിറ്റിനെയാണ്. അപ്പൊ ആ ഓരോ ഓർബിറ്റിന്റെ നമ്പർ n-ന് 1 കൊടുക്കുമ്പോൾ Rn എന്ന് പറയുന്നത് ഒരു വാല്യൂ ആയിരിക്കും. n-ന് 2 കൊടുക്കുമ്പോൾ Rn എന്ന് പറയുന്നത് 2 സ്ക്വയർ 4 ടൈംസ് മാറും. അടുത്ത് 3 ആണെങ്കിൽ 3 സ്ക്വയർ 9 ടൈംസ് മാറും. ദാറ്റ് മീൻസ് നമുക്ക് ഇതിന്റെ റേഷ്യോ ഇങ്ങനെ എഴുതാം: 1:4:9:16 എക്സെട്ര അങ്ങനെ പോകും. അതായത് റേഡിയസ് എന്ന് പറയുന്നത് സ്ക്വയർ അനുസരിച്ച്, നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ അനുസരിച്ചാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ആറ്റം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ഇത് ന്യൂക്ലിയസ് ആണ്, റേഡിയസ് ഇതായിരിക്കും. അടുത്ത റേഡിയസ് എന്ന് പറയുന്നത് n2 ആകുമ്പോൾ റേഡിയസ് കൂടും. അത് 2 ടൈംസ് അല്ല കൂടുന്ന 4 ടൈംസ് കൂടും. അടുത്തത് 9 ടൈംസ് കൂടും. ഫസ്റ്റ് ഒരെണ്ണേക്കാളും 9 ടൈംസ് കൂടും. അങ്ങനെ റേഡിയസ് ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പൊ ഇതാണ് നമ്മളെ റേഡിയസിന്റെ ഇക്വേഷൻ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരും. ഹൈഡ്രജൻ ആകുമ്പോൾ ഇസഡിന്റെ വാല്യൂ 1 ആവും. അപ്പൊ ഇവിടെ ഇസഡ് കൊടുക്കണമെന്നില്ല. അതുപോലെ എച്ച് എപ്സിലോൺ 0 പൈ ഇ എം ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഈ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ n ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. അപ്പൊ n-ന് 1 കൊടുക്കുമ്പോൾ R1 കിട്ടും. R1 കൊടുക്കും, n-ന്റെ വാല്യൂ 1 ആണ്. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.053 നാനോമീറ്റർ. R1 എന്ന് പറഞ്ഞാൽ 0.053 നാനോമീറ്റർ. അപ്പൊ നമുക്ക് ബോറിന്റെ പോസ്റ്റ്ലേറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ആറ്റത്തിന്റെ റേഡിയസ് കണ്ടുപിടിച്ചു. എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ച റേഡിയസ് എന്ന് പറയുന്നതും ഈ എക്സാക്ട് ഫിഗറുമായിട്ട് സെയിം ആണ്. സോ നമുക്ക് ബോറിന്റെ ആറ്റം മോഡൽ അല്ലെങ്കിൽ പോസ്റ്റ്ലേറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു റീസൺ ആണ് ഇത്. കാരണം എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ച റേഡിയസും തിയറിറ്റിക്കലി കണ്ടുപിടിച്ച റേഡിയസും തമ്മിൽ നല്ല മാച്ച് ഉണ്ട്. അപ്പൊ ഈ മാച്ച് ഉള്ളത് കൊണ്ടാണ് ബോറിന്റെ ആറ്റം മോഡൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം. അതുപോലെ സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് കാണുകയാണെങ്കിൽ n-ന് 2 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് R2 is equal to 2 square this h square epsilon 0 pi e square m. ഇതെല്ലാം ഒരു കോൺസ്റ്റന്റ് ആണ്. അതാണ് നമുക്ക് ആക്ച്വലി R1 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം R2-ന് n-ന് ഒരു 2 സ്ക്വയർ കൊടുക്കാം, ബാക്കിയുള്ള എല്ലാത്തിനും കൂടി ചേർത്ത് R1 എന്ന് കൊടുക്കാം. അപ്പൊ സെക്കൻഡ് ഓർബിറ്റ് കണ്ടുപിടിക്കുന്നത് 4 ടൈംസ് ഓഫ് ദിസ് വൺ. ഓർ വി ക്യാൻ ജനറലൈസ് ദിസ്. അപ്പൊ nth ഓർബിറ്റിന്റെ കാണാൻ Rn is equal to n സ്ക്വയർ ഇൻറ്റു R1 എന്നുള്ള മാർക്ക്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതും Rn is proportional to n സ്ക്വയർ. അതായത് ഫസ്റ്റ് റേഡിയസിന്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും ബാക്കിയുള്ളത്. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് റേഡിയസ് കിട്ടുക.